ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ആത്മാഭിമാനത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ഉറച്ച നിലപാടുകളുടെയും പിൻബലത്തിൽ ഇറാൻ ലോകശക്തിയെ വിറപ്പിക്കുന്ന കാഴ്ച കണ്ട് അമ്പരക്കുകയാണ് ലോകം. കാരണം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചൊരു ധാരണയിലെത്തുകയാണ്. ആ ധാരണാപത്രത്തിൽ ട്രംപ് ഒപ്പുവെക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ യോഗം വൈറ്റ് ഹൗസിൽ ചേരാൻ പോവുകയാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെ വൈറ്റ് ഹൗസിൽ ഒരു നിർണായകമായ യോഗം ചേരുമ്പോൾ അതിൽ ഇറാൻ പരിപൂർണമായി അമേരിക്കയ്ക്ക് വഴങ്ങണമെന്ന നിർദ്ദേശങ്ങളാണ് ചർച്ചയാക്കപ്പെട്ടിരുന്നത്. അതായത് ഇറാൻ പരിപൂർണമായി അമേരിക്കയ്ക്ക് വഴിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കരാർ നിലവിൽ വരൂ എന്നായിരുന്നു വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചകളുടെ കാതൽ. ആ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ട്രംപ് മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാനോട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത്, ഹോർമുസ് കടലിടുക്ക് പരിപൂർണമായി തുറന്നു കൊടുക്കുക, അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളും ഏറ്റെടുക്കാതിരിക്കുക, അതിലൂടെ കപ്പലുകൾ സ്വതന്ത്രമായി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, ഒരു തരത്തിലുള്ള ടോളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കപ്പം സ്വീകരിക്കലോ ഉണ്ടാകാതിരിക്കുക. അങ്ങനെ പരിപൂർണമായി ഹോർമുസ് കടലിടുക്ക് ലോകത്തിന് തുറന്നു കൊടുത്താൽ, അല്ലെങ്കിൽ മുഴുവൻ കപ്പലുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ വെടിനിർത്തൽ കരാറിലേക്ക് ഞങ്ങൾ വരൂ എന്നായിരുന്നു അമേരിക്ക പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുൾ. അതുപോലെ തന്നെ അമേരിക്ക പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഏതാണ്ട് 12 മില്യൺ ഡോളറോളം വരുന്ന ഇറാന്റെ സ്വത്തുക്കൾ അമേരിക്ക തട്ടിയെടുത്തിട്ടുണ്ട്. ആ സ്വത്തുക്കൾ ഒരു കാരണവശാലും ഉടനടി വിട്ടുകൊടുക്കില്ല, ഘട്ടം ഘട്ടമായി വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതുപോലെ തന്നെ ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ട്രംപ് ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ അമേരിക്ക ഒരു കാരണവശാലും ഇറാന് നൽകേണ്ടതൊന്നും നൽകാതെ, അല്ലെങ്കിൽ ഇറാൻ പറയുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ ഇറാനെ ഭയപ്പെടുത്തി ഈ കരാറിൽ ഒപ്പിട്ട് ഞങ്ങൾ വിജയിച്ചേ എന്ന് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത് മനസ്സിലാക്കി ഇറാൻ കൃത്യമായി ഇടപെട്ടു. അതായത് യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞ് ഇറാനുമായി ഒരു കരാറിൽ ഒപ്പിട്ട് ഇറാൻ എല്ലാം അംഗീകരിച്ചു, ഇത് ഞങ്ങളുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും IRGCയും ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല, ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അതുപോലെ ചെവിക്കൊള്ളാൻ പോകുന്നില്ല, അമേരിക്ക പറയുന്നത് പോലെ ഹോർമുസ് കടലെടുക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, അവിടുത്തെ മൈനുകൾ നീക്കം ചെയ്യില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാതെ, ഞങ്ങളുടെ പിടിച്ചുവെച്ച സ്വത്തുക്കൾ തിരിച്ചു നൽകാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ ലോകത്തോടെ വിളിച്ചു പറഞ്ഞതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുതന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. ഇറാൻ മറുപടി പറയില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചു എന്ന് ഒരു ധ്വനി ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കരാറിൽ ഒപ്പുവെച്ചിട്ട് പിന്നീട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഹോർമുസിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയാൽ വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധമോ അല്ലെങ്കിൽ ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പദ്ധതിയിട്ടത് എന്ന് വേണം കരുതാൻ. പക്ഷെ അത് കൃത്യമായ ഇടപെടലിലൂടെ ഇറാൻ പൊളിച്ചെടുക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന ഔദ്യോഗികമായ പ്രതികരണങ്ങളുടെ തർജ്ജിമ ഇങ്ങനെയാണ്: ആളുകളെ ട്രംപ് പറഞ്ഞു പറ്റിക്കുകയാണ്, വസ്തുതാപരമായ ഒരു കാര്യത്തിലും ഒരു തീർപ്പിലും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ എത്തിയിട്ടില്ല, എല്ലാ സാഹചര്യങ്ങളെയും തകിടം മറിക്കുന്ന നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വെറും വാക്കുകളോ വാഗ്ദാനങ്ങളോ തങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, തങ്ങൾക്ക് നടപടികളാണ് കാണേണ്ടത്, അല്ലാതെ ഒരു തീർപ്പിലേക്കും ഹോർമുസിൽ ഞങ്ങൾ വരികയില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞു. അതായത് ഒരു കാരണവശാലും ആണവ പരീക്ഷണം നിർത്താനോ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാനോ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പിന്മാറാനോ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോട് നടത്തുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കാനോ അമേരിക്കയുടെ പക്കൽ നിന്ന് നഷ്ടപരിഹാരം ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വേണം എന്ന ആവശ്യം ഇല്ലാതാക്കാനോ ഒന്നും ഇറാൻ തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നിലപാടിൽ നിന്ന് 1% പോലും ഇറാൻ പിന്മാറാതെ അമേരിക്കയുമായി പോർമുഖം തുറന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇറാൻ ഭയന്ന് പിന്മാറി എന്ന നിലയിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ ഇറാൻ അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. അതിന് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ട്രംപിന്റെ
കുതന്ത്രങ്ങൾക്ക് കനത്ത പ്രഹരം കൊടുത്ത് ട്രംപിനെ അടിച്ചിരുത്തി ട്രംപിന്റെ കള്ളത്തരം പൊളിച്ചടുക്കി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഇറാൻ. ഈ തന്ത്രം പൊളിഞ്ഞതോടുകൂടി ട്രംപ് വല്ലാതെ കലുഷിതമായി, കുപിതനായി. അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ഇന്നലെ രാത്രി ഇട്ട പോസ്റ്റ് നോക്കുക. ഇറാൻ മസ്റ്റ് അഗ്രി ദാറ്റ് ദേ വിൽ നെവർ ഹാവ് എ ന്യൂക്ലിയർ വെപ്പൺ ഓർ ബോംബ്. അതായത് ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളോ ആണവ ബോംബുകളോ ഇല്ല എന്ന് ഇറാൻ ഉറപ്പു നൽകണം. ഇത് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറാൻ പണ്ടേ അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞത് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാന്റെ ന്യൂക്ലിയർ ശേഖരം പരിശോധിക്കാം, ഇറാന്റെ ആണവ പരീക്ഷണം നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ ആർക്ക് വേണമെങ്കിലും കാണാം, ആ സൈറ്റുകളിൽ പരിശോധന നടത്താം, ഞങ്ങൾക്ക് ആണവായുധത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ആണവോർജം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനാണ്. ഇത് കാലങ്ങളായി ഇറാൻ പറയുന്ന കാര്യമാണ്. അന്നൊന്നും ഇത് വിശ്വസിക്കാതെ അല്ലെങ്കിൽ ആ വാദഗതികളെ മുഴുവൻ തള്ളിയിരുന്ന അമേരിക്ക ഇപ്പോൾ വീണ്ടും പറയുകയാണ് ഇറാൻ ആണവ ബോംബുകളില്ല എന്ന് ഉറപ്പു നൽകണമെന്ന്. ഇത് ഓൾറെഡി ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് വീണ്ടും വീണ്ടും ഇറാൻ പറയണമെന്ന് ട്രംപ് പറയുന്നത് ട്രംപിനെ ഭയന്നു ഇറാൻ, അല്ലെങ്കിൽ ട്രംപിനെ ഭയന്ന് ഇറാൻ ഞങ്ങളുടെ കയ്യിൽ ആണവശേഖരം ഇല്ല എന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കണേ, ഈ ലോകത്തെ ഈ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ട്രംപ് വീണ്ടും വീണ്ടും ഈ സാഹചര്യങ്ങൾ വഷളാക്കി, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയെ വലിയ ദുരന്തത്തിലേക്ക് വീണ്ടും വീണ്ടും തള്ളിവിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ആരും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ട് ഇറാനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇറാൻ മതരാഷ്ട്രമാണ്, അവിടെ വർഗീയതയാണ്, അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ കുഴപ്പമാണത്, അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇറാനെതിരെ ഉറഞ്ഞു തുള്ളിയ കുറെ ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊക്കെ സൈലന്റ് ആണ്. കാരണം എന്താണെന്നറിയോ? ഈ യുദ്ധം തുടങ്ങി വെച്ചതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി, ഇന്ധനവില വർധനയുണ്ടായി തുടങ്ങി, വലിയ തോതിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ വരാനുള്ള സാഹചര്യം ഉടലെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനിയും ട്രംപിനെ പുകഴ്ത്തി ഇറാനെ തെറി പറഞ്ഞാൽ പണി വാളുമെന്ന മിത്രങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മിത്രങ്ങൾ സൈലന്റ് ആയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നടത്തിയ അവരുടെ സ്വകാര്യ താല്പര്യം, അവരുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാൻ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടത്തിയ ഈ നാടിനോ ഈ ലോകത്തിനോ പശ്ചിമേഷ്യക്കോ ഒരു ഗുണവുമില്ലാത്തൊരു ദുരന്തമായിരുന്നു ഈ യുദ്ധം. അത് തുടങ്ങി വെച്ച അമേരിക്കയും ഇസ്രായേലും ചെയ്തു വലിയ തെറ്റാണ്. ഒരു കാര്യവുമില്ലാതെ ഇറാനെ കയറി അവരുടെ പരമാധികാരത്തിലേക്ക് കടന്നാക്രമണം നടത്തിയതാണ് എന്ന നിലയിൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഇപ്പോഴും പലർക്കും വലിയ മടിയാണ്. നോക്കുക, ട്രംപ് പറയുകയാണ് മുമ്പേ തന്നെ ഇറാൻ സമ്മതിച്ചൊരു കാര്യം വീണ്ടും സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് ട്രംപ് വെറുതെ കിടന്ന് പറയാണ്. അതിനുശേഷം നോക്കുക, ദ ഹോർമുസ് സ്ട്രൈറ്റ് മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ, നോ ടോൾസ് ഫോർ അൺറെസ്ട്രിക്റ്റഡ് ഷിപ്പിംഗ് ട്രാഫിക് ഇൻ ബോത്ത് ഡയറക്ഷൻ, ഓൾ വാട്ടർ മൈൻസ് ഇഫ് എനി വിൽ ബി ടെർമിനേറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായി തുറന്നു കൊടുക്കണം, അതിലെ എല്ലാ കപ്പലുകൾക്കും പോകാനുള്ള സാഹചര്യം ഇറാൻ ഉണ്ടാക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുന്ന ഈ സാഹചര്യത്തിന് കാരണക്കാരാണ്? അത് ട്രംപും നെതന്യാഹുവുമാണ്. മുമ്പേ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയാൽ നിങ്ങൾ പറയുന്നത് എന്താണ്? ആണവ പരീക്ഷണം ഞങ്ങൾ നടത്തുന്നു, പക്ഷെ ഞങ്ങൾക്ക് ആണവ ബോംബുകളില്ല, ആണവായുധങ്ങളില്ല, ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല, ഞങ്ങൾ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അത് ചെവിക്കൊണ്ടില്ല. അതുപോലെ തന്നെ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ മിസൈലുകൾ ഉണ്ടാക്കുന്നത്, ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്, അത് അവരുടെ സ്വകാര്യമായ അവരുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ളിൽ വരുന്ന കാര്യവും പ്രതിരോധത്തിന്റെ ആവശ്യവുമാണ്. അതുപോലെയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ പരമാധികാരം, ഞങ്ങളുടെ പ്രതിരോധം, അതിന്റെ ഭാഗമായി ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് ആർക്കാണ് ഇത്ര പ്രശ്നം? ഇത് എന്ന് മാത്രമല്ല, ആണവ ബോംബുകൾ, ന്യൂക്ലിയർ ബോംബുകൾ പ്രയോഗിക്കുകയും ന്യൂക്ലിയർ ശേഷിയുള്ള, ആണവശേഷിയുള്ളതുമായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ആ രാജ്യം ആണവശക്തിക്കെതിരെ തിരിയുന്നത്, ആണവ പരീക്ഷണത്തിനെതിരെ തിരിയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ പല ചോദ്യങ്ങളും ഇറാൻ അന്ന് ചോദിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അന്ന് ഇറാൻ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഹോർമുസ് കടലെടുത്ത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് നേരത്തെ ഇറാൻ പറഞ്ഞതാണ്. അങ്ങനെ പല മുന്നറിയിപ്പുകളും നൽകി ഇപ്പോഴുള്ള ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള പല നടപടികളും കൈക്കൊണ്ട രാജ്യമാണ് ഇറാൻ. എന്നിട്ടും അതിനെല്ലാം അവഗണിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ലോകം തന്നെ പിടിച്ചെടുക്കാം, ഇറാനെ തീർത്തു കളയാം എന്ന മിഥ്യാധാരണയോടെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് കുടുങ്ങിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ
ട്രംപിനുള്ളത്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇന്ധനവില കുതിച്ചുയരുന്നു. നമ്മുടെ രാജ്യത്ത് ഗ്യാസ് പ്രതിസന്ധി ഉള്ളത് പോലെയുള്ള പല പ്രശ്നങ്ങളും പല രാജ്യങ്ങളിലും രൂക്ഷമായി ഉണ്ടാകുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതോടെ ക്ഷാമം ഉണ്ടാകുന്നു. പ്രൊഡക്ഷൻ ബുദ്ധിമുട്ടാകുന്നു. പല കമ്പനികളുടെയും പ്രൊഡക്ഷൻ ബുദ്ധിമുട്ടാകുന്നു. വ്യാവസായിക മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനി കൂടുതൽ കൂടുതൽ രൂക്ഷമാകും. കൂടുതൽ വിലക്കയറ്റത്തിലേക്ക് പോകും. ക്ഷാമത്തിലേക്ക് പോകും. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിനൊക്കെ കാരണം അമേരിക്കയാണ്. ഇസ്രായേലിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോകത്തിന് ഗുണമില്ലാത്ത, പശ്ചിമേഷ്യക്ക് ഗുണമില്ലാത്ത, ഗൾഫ് മേഖലയ്ക്ക് ഗുണമില്ലാത്ത, ആർക്കും ഒരു ഗുണവുമില്ലാതെ ഇസ്രായേലിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച് ട്രംപ് ഒടുവിൽ ഇവിടെ നിന്ന് ഊരാൻ പേട്ടാപ്പാട് പെടുകയാണ്. എങ്ങനെയെങ്കിലും ജയിച്ചേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള സകല തന്ത്രങ്ങളും ഇറാൻ പൊളിച്ചടുക്കുകയാണ്. അവിടെയാണ് ട്രംപ് കുടുങ്ങിപ്പോകുന്നത്. ഇനി എന്തു ചെയ്യണമെന്ന് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു. ഇനി നോക്കുക, അവിടെ സെനറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ട്രംപിന് വലിയ തിരിച്ചടി അമേരിക്കയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പൊ ഇറാനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേല് ആട്ടാപ്പാടെല്ലാം അടി കിട്ടിയതിന് ശേഷം അനങ്ങുന്നില്ല. ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് യുദ്ധവും ചെയ്യേണ്ട, ഇറാനെ തീർക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ഹിസ്ബുള്ളയുടെ പിറകെയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ ഇസ്രായേലും അമേരിക്കയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തെ മുഴുവൻ ദുരിതത്തിലാക്കുന്ന ഇത്രയും വളരെ ദോഷകരമായിട്ടുള്ള ഒരു വലിയ യുദ്ധം തുടങ്ങി വെച്ചിട്ട് എങ്ങും എത്താതെ നിൽക്കുമ്പോൾ ഇറാൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അമേരിക്കയുടെ സകല തന്ത്രങ്ങളെയും പൊളിച്ചടുക്കുകയാണ്. എന്തായാലും ഇത്രയും ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലേക്ക് ഇറാനെയും പശ്ചിമേഷ്യയും ഒക്കെ എത്തിച്ച് അമേരിക്കയോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാട് തുടരുകയാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളെയും ഇത് വലിയ തോതിൽ ബാധിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടാണ്. ഒമാൻ ഹോർമുസ് കടലിടുക്കിൽ ഇറാനുമായി ചേർന്ന് അവിടെ ടോൾ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ട്രംപ് ഒമാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇനി ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ തിരിയുമോ എന്ന് അറിയില്ല. എന്തായാലും ഇറാൻ പറഞ്ഞതെല്ലാം സത്യമാകുന്ന നിലയിലേക്ക് ട്രംപിന്റെ നിലപാടുകൾ എല്ലാവർക്കും ദോഷകരമാകുന്ന രീതിയിലേക്ക് മാറുകയാണ്. എന്ന് യുദ്ധം അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഇനിയും യുദ്ധം അതിരൂക്ഷമാകുമെന്ന മറുപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വീണ്ടും ഇറാൻ ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ്, ഇറാന് നേരെ ആക്രമണം നടത്താൻ പോവുകയാണെന്നാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും പറയുന്നു. വീണ്ടും അതിരൂക്ഷമായ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ മാറുമെന്ന ഭീതി ശക്തമാവുകയാണ്. വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം.